രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാവും. എന്നാൽ ഒരു വ്യക്തിയുടെ 2 വൃക്കകളും പൂർണ്ണമായും തകരാറിലാകുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായ ഒരു വൃക്ക സ്വീകരിക്കേണ്ടതായി വരും. 2 വൃക്കയ്ക്കും 90% തകരാറുകൾ സംഭവിച്ച സ്ഥായിയായ വൃക്കാസ്തംഭനം എന്ന അവസ്ഥ വന്നുചേർന്നവർക്ക് മാത്രമേ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സ്വീകരിക്കുവാൻ അനുവാദമുള്ളൂ. പിതാവ്, മാതാവ്, സന്താനങ്ങൾ, കൂടപ്പിറപ്പ് എന്നിവർ ഉൾപ്പെടെയുള്ള രക്തബന്ധത്തിലുള്ളവരിൽ നിന്നും, ഭാര്യ, ഭർത്താവ് എന്നിവരിൽ നിന്നും, വൈകാരികമായി അടുപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്നും വൃക്ക രക്തഗ്രൂപ്പുകളുടെയും കലകളുടെയും പൊരുത്തമനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. ഇതിനു പുറമെ മസ്തിഷ്കമരണം സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ ബന്ധുക്കളുടെ അനുവാദത്തോടുകൂടി വൃക്ക സ്വീകരിക്കാവുന്നതാണ്. 21 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് വൃക്ക ദാനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളത്. വൃക്ക ദാനം ചെയ്തു എന്നതിൻ്റെ പേരിൽ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ദാതാക്കളിൽ ഉണ്ടാകുന്നില്ല. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുന്നു. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിൻ്റെ മൂത്രസഞ്ചിയുമായും ബന്ധിപ്പിക്കുന്നു. ഡോക്ടർ ജോസഫ് ഇ. മുറേ ആണ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്.